എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ഓണത്തിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ഓണത്തിൻ്റെ തലേന്ന് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചരി വെള്ളത്തിലിടാം. അപ്പോൾ ഇത് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതാ മട്ടയരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ടയരി ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പ്, അതും തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ പച്ചരി ആദ്യം തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ പച്ചരി അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മുടെ മട്ടയരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മട്ടയരിയുടെ അവലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5-6 ഏലക്ക, ചെറിയൊരു പീസ് ചുക്ക്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര. ഇതും ചെറിയ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ നമ്മൾ മട്ടയരിയുടെ അരിയാണ് അരച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് അവലും പഞ്ചസാരയും ഏലക്കയൊക്കെ പൊടിച്ചത് അതും ഇതിലേക്ക് ചേർത്തെടുക്കാം. പിന്നെ ഒരു മധുരത്തിന് ആവശ്യമായിട്ട് 300 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ചു വെച്ചതാണ്. അതും ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അരി അരച്ചപ്പോൾ കുറച്ച് തരിതരിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതേ രീതിയിലാണ് നമുക്ക് ഉണ്ണിയപ്പത്തിന് ആവശ്യം. ഇനി ഇതാ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരുന്നോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിതാ ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് കട്ടയില്ലാതെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു മീഡിയം സൈസ് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിതാ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ടെടുക്കാം. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇതിലേക്ക് എള്ളും ഒരു അരമുറി തേങ്ങ കൊത്ത്, അത് നെയ്യിൽ വറുത്തെടുത്തതാണ് കേട്ടോ. അതിതാ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഴം അരച്ചത്, എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 5 മണിക്കൂർ നേരം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നേരം നമുക്ക് കലക്കി വെച്ചാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും നമുക്കിതൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് നെയ്യും കൂടി ചേർത്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട് മാവ്. എന്നിട്ട് ഓരോന്നിലും കുറേശ്ശെ ഒഴിച്ചെടുക്കാം. 3/4 ഭാഗത്തോളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാലാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഇത് കണ്ടില്ലേ, 2 വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കുന്നതോറും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പത്തിന്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പത്തിന്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ 2ാം ട്രിപ്പ് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് നമുക്ക് ഏകദേശം ഒരു 60-70ഓളം ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2ാം ട്രിപ്പ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കോരിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ സെറ്റാണ്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരും.